യെസ് ഹലോ മക്കളെ, ഹായ് ഹായ് ഹായ്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിനേഷൻ ഇന്ന് സ്റ്റാർട്ടായി അല്ലേ? ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച അല്ലേ? ഇവിടെ 18-ാം തീയതി ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, 18/8/2025 അല്ലേ? അപ്പോൾ ഈ ഒരു ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് പറയാൻ അതിനെ അല്ലേ? അപ്പോൾ നമ്മുടെ ഓണം എക്സാമിനേഷൻ സ്റ്റാർട്ടായി. നമ്മുടെ 9ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ഏതായിരുന്നു? സോഷ്യൽ സയൻസ് ആയിരുന്നു അല്ലേ? എക്സാമിനേഷൻ വളരെ എളുപ്പമായിരുന്നു, അടിപൊളിയായിരുന്നു, കിടിലമായിരുന്നു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പൊ എല്ലാ മക്കളും അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടാവും, എനിക്കറിയാം അല്ലെ? അപ്പൊ സോഷ്യൽ സയൻസിനെ നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫി ആക്കി തിരിക്കുക അല്ലെ? അപ്പൊ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും എല്ലാ മക്കളും മിടുക്കികളായിട്ട് നല്ല രീതിയിൽ മാർക്ക് മേടിച്ചിട്ടുണ്ടാവുന്ന സാറിന് അറിയാം. ഓക്കെ, അപ്പോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിന്, നമ്മുടെ ഓണം എക്സാമിന്റെ എന്താണ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, അതിന്റെ ആൻസേഴ്സ് പറയാനായിട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നിങ്ങൾക്ക് എന്താ കൃത്യമായിട്ട് തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു സാറ് കണ്ടു. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എന്നാ നിങ്ങൾക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാനിത് പറയുമ്പോൾ അതെല്ലാവരും ഒത്തു നോക്കാം, നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ ഒന്ന് റീചെക്ക് ചെയ്ത് പോവാ, ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട. അപ്പൊ ഞാൻ ഇന്നിവിടെ നമ്മുടെ 30 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരാൻ പോവാണ്. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് പവർ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ തുടങ്ങിക്കോട്ടെ? സെറ്റ് അല്ലേ? ഓക്കെ, ആദ്യം ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8. ഈച്ച് ക്യാരീസ് 1 സ്കോർ. ഓക്കെ, 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ആൻസർ ചെയ്യണം. അതിൽ 1 മാർക്ക് വെച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യ ചോദ്യം എന്താണെന്ന് നോക്കാം. യെസ്, ഓക്കെ, ഐഡന്റിഫൈ ദ പീരീഡ് ടു വിച്ച് ടൂൾസ് ഇൻ ദ ഗിവൻ പിക്ചർ ആർ റിലേറ്റഡ്. അതായത് ഇതിനകത്ത് കുറച്ച് എന്താണ് ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ഈ ടൂൾസ് ഏത് ഏജിലെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: പാലിയോളിത്തിക്, then bronze age, then mesolithic age, then neolithic age. ഓക്കെ, ഏത് ഏജ് ആണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആൻസർ എന്താണ്? യെസ്, നിയോളിത്തിക് ഏജ്, നവീന ശിലായുഗം. യെസ്, ഓക്കെ. ഇനി ഐഡന്റിഫൈ ദ പേഴ്സൺ ഫ്രം ദ ഫോളോയിങ് ഹിൻസ്. ഓക്കെ, ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ഗൗതമ ബുദ്ധ, ഓപ്ഷൻ എ, ദെൻ ബി വർദ്ധമാന മഹാവീര, സി അശോക, ദെൻ ഡി ചന്ദ്രഗുപ്ത മൗര്യ. ആരാണ് എല്ലാവർക്കും ഈ ഒരു പിക്ചർ എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് കണ്ടപ്പോൾ തന്നെ ആൻസർ എന്താണ് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. യെസ്, ഗൗതമ ബുദ്ധ. യെസ്, അതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ദെൻ ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ മാച്ച് ദ ഫോളോയിങ് ഇത് 1 മാർക്കിന്റെയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എ സെക്ഷനിൽ എന്താണ് പാസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ബി സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബനിഹാൽ, ബോംദില, ദെൻ ബറലച്ചല, ദെൻ റോത്താങ് പാസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ വായിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കാം, ഏതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന്. യെസ്, ഓക്കെ, ബനിഹാൽ പാസ് ജമ്മു ആൻഡ് കാശ്മീരിനെയാണ് കണക്ട് ചെയ്യുന്നത്. ബോംദില പാസ് അരുണാചൽ പ്രദേശിനെയും ലാസയിനെയാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ ബറാലചാല പാസ് ഹിമാചൽ പ്രദേശിനെയും ലഡാക്കിനെയാണ് കണക്ട് ചെയ്യുന്നത്. ദെൻ റോങ്താങ് പാസ് കുളുവിനെയും അതേപോലെ ലാഹോൽ, ദെൻ സ്പിതി വാലീസ് ഇതിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പാസ്സൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ച് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ഈ പാസ്സുകളൊക്കെ അല്ലെ? അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് ഇത് തന്നെയാണോ നിങ്ങൾ എഴുതിയത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആയിരിക്കും. യെസ്, നമ്മൾ പഠിച്ചതാണ്. Okay, yes, then next question, fourth question. India signs diplomatic agreement with Sri Lanka. Identify the list in the 7th schedule of the Constitution of India related to the above mentioned event. ഒരു ഈവന്റ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് 7th ഷെഡ്യൂളിലെ ഏത് ലിസ്റ്റ് ആണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ആയിട്ട് യൂണിയൻ ലിസ്റ്റ് എ, ബി സ്റ്റേറ്റ് ലിസ്റ്റ്, സി കോൺകറന്റ് ലിസ്റ്റ്, ഡി റെസിഡ്യൂറി പവേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഏതായിരിക്കും എല്ലാവർക്കും അറിയാം അല്ലെ? ഫോറിൻ അഫയേഴ്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഏതാണ്? എ, യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. യെസ്, സെറ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി 4 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. 80-ൽ 4 മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞു. യെസ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? അടിപൊളി ക്വസ്റ്റ്യൻസ് ആണല്ലോ, നമ്മളെല്ലാം റിപ്പീറ്റ് ആയിട്ട് പഠിച്ചു പോയേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യെസ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. Okay, the Himalayas were formed by the convergence of the Indian plate and Eurasian plate. Statement 2,
fault mountains are formed along the divergent boundary. Analyze the above statements and choose the correct answer from the options given below. ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഏതാ, ഞാൻ ജസ്റ്റ് ഓപ്ഷൻ വായിക്കാം, അതിനുശേഷം ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വരാം. ഓക്കെ, only 1 is correct. Then B യിൽ only 2 is correct. C യിൽ 1 and 2 are correct. D യിൽ 1 and 2 are not correct. ഏതായിരിക്കും ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ സസ്പെൻസ് ഇടുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് നമുക്ക് ഹിമാലയവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അതാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഹിമാലയാസ് ആർ എന്താണ് ഫോൾഡ് മൗണ്ടൻസ് ഫോംഡ് അറ്റ് എ കൺവേർജന്റ് ബൗണ്ടറി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 1 സ്റ്റേറ്റ്മെന്റ് 1 ആണ് കറക്റ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Some information related to human life in the Paleolithic age are given below. അതായത് പ്രാചീന ശിലായുഗം പാലിയോളിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇൻഫോർമേഷൻസ്, വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Lived in caves and open spaces. അതേപോലെ use of microlids, food was not stored, bands were the basic unit of society. Choose the correct answer from the options given below. പാലിയോളിത്തിക് ഏജിന്റെ കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കൃത്യമായിട്ട് പാലിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ കുഞ്ഞുമക്കൾക്കും അറിയാം, നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് സെറ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പാലിയോളിത്തിക് ഏജ്. അത് സെറ്റാണെങ്കിൽ ഇതും സെറ്റാണ്. ഏതാണ്? അവര് ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ് അല്ലേ? അത് കറക്റ്റ് ആണ്. യൂസ് ഓഫ് മൈക്രോലിഡ്സ്, അത് എവിടെയാണ് വരുന്നത്? മെസോളിത്തിക് ഏജിലാണ് വരുന്നത് അല്ലേ? അത് വരില്ല. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, അത് കറക്റ്റ് ആണ്. ബാൻഡ്സ് വേർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി, അതും വെരി കറക്റ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് കൃത്യമായിട്ട് വന്നിരിക്കുന്നത്? ഓപ്ഷൻ 1, ഓപ്ഷൻ 3, ദെൻ ഏതാണ്? ഓപ്ഷൻ 4. 1, 3, 4. അപ്പൊ ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി ആണ്. യെസ്, 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ഇനി ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ആൻസർ ചേട്ടൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് നോക്കുക. യെസ്, ഇനി നെക്സ്റ്റ് ഒരു അസേർഷൻ റീസണിങ് പരിപാടിയാണ്. ഓക്കെ, അസേർഷൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ റീസണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അസേർഷൻ. ദ റിവേഴ്സ് ഫ്ലോയിങ് ത്രൂ ബാബർ റീജിയൻ ആർ നോട്ട് വിസിബിൾ. ദിസ് സോൺ ഓഫ് ദ പ്ലെയിൻസ് ആർ ഫോംഡ് ബൈ ദ ഡിപ്പോസിഷൻ ഓഫ് റോക്സ് ആൻഡ് ബൗണ്ടറീസ് ബോർഡ് ബൈ ദ റിവേഴ്സ് ഫ്ലോയിങ് ഫ്രം ദ മൗണ്ടൻസ്. അതായത് ബാബർ എന്താണ്? ബാബറിൽ റിവേഴ്സ് എന്താ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് റോക്സിന്റെ ഒക്കെ ഡെപ്പോസിഷൻ വഴിയാണ് ഉണ്ടായിരിക്കുന്നതാണ് അതിന്റെ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അസേർഷൻ എന്താണ്? അവിടെ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ദെൻ റീസൺ എന്താണ്? റോക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഡെപ്പോസിഷൻ ഓഫ് റോക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റ് ആണോ? എന്താ ഇത് ശരിയാണോ? ഇതിൽ ഏതാണ് കറക്റ്റ്? ഈ അസേർഷൻ റീസൺ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ രണ്ടും തെറ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്. A and R are true and R is the correct explanation of A. അല്ലേ? കാരണം എന്താ? ബാബർ പാറക്കെട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ്? ബാബറിൽ കൂടെ ഈ പാറക്കെട്ടായാലും മുകളിൽ കൂടെ വെള്ളം പോകില്ല, അടിയിൽ കൂടെ ഒഴുകും, നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? എയുടെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണല്ലോ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. അതേപോലെ എയുടെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് 6. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും കണക്റ്റഡ് ആണ്. അപ്പൊ അസേർഷനും റീസണിങ്ങും ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാവർക്കും സെറ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. Then 8th question, find out the factors that led Magadha to become the most prominent among the 16 Mahajanapadas. എങ്ങനെയാണ് മഹാജനപദാസിലെ 16 മഹാജനപദങ്ങളിൽ നിന്നും മഗധ വളരെ സ്ട്രോങ് ആയിട്ട് മാറിയത്, നല്ല ശക്തമായിട്ടുള്ള ഒരു എന്താണ് രാഷ്ട്രമായിട്ട് മാറിയത്? അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ, നമുക്കറിയാലോ ഏതൊക്കെയാണ് മക്കളെ. വാ, എന്റെ പവർ ആയിട്ട് പിടിച്ചോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണോ നോക്കാം. മഗധ വാസ് എ ഫെർട്ടൈൽ റീജിയൻ വിത്ത് plenty of rainfall. Okay, അതേപോലെ elephants were available in large numbers in the forest of Magadha. Copper was easily available in Magadha. എല്ലാം കറക്റ്റ് ആണോ? എല്ലാം തെറ്റാണ്. ഇവിടെ ഓപ്ഷൻ ഞാൻ വായിക്കാം. 3 മാത്രമാണ് കറക്റ്റ്. ബോത്ത് 1 and 2 ആർ കറക്റ്റ്. ബോത്ത് 1 and 3 ആർ കറക്റ്റ്. ഓൾ ആർ കറക്റ്റ്. ഏതായിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ? പറ. ഏതായിരിക്കും? എല്ലാം കറക്റ്റ് അല്ലേ? എല്ലാം പവർ അല്ലേ? യെസ്,
all are correct. Option D ആണ്, D ആണ്. all are correct അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. നമ്മളിത് പലവട്ടം റിപ്പീറ്റ് അടിച്ച് പോയൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ 1 മാർക്കിന്റെ ചേട്ടന്റെ പെർഫോമൻസ് കഴിഞ്ഞു. ഇനി ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്കുള്ളത്. 9 മുതൽ 13 വരെ ഉള്ള ക്വസ്റ്റ്യൻസിൽ 2 മാർക്കിനായിരിക്കുള്ളൂ ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ദെൻ അത് 2 അല്ലെങ്കിൽ മോർ സെന്റൻസ്, ഓക്കെ, അല്ലെങ്കിൽ 2 ഓർ മോർ സെന്റൻസിലാണ് എന്താണ് എഴുതാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സെറ്റ് ആയിട്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ ഫോളോ ചെയ്ത പോലെ തന്നെ പവർ ആയിട്ട് ഫോളോ ചെയ്യാം. യെസ്, ഇത് നമ്മളൊരു ടൂള് പാട്ടായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? എൻ്റെ കയ്യിൽ കല്ല് കിട്ടി, കല്ലിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റുന്നില്ല, യൂട്ടിലൈസേഷൻ അല്ലേ? എൻ്റെ കയ്യിൽ കല്ല് കിട്ടി, കല്ലിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റി. ഏതായിരിക്കും അതപ്പോ? ഏതായിരിക്കും? ഇവിടെ ഫാഷനിങ് ചേട്ടൻ വരും അല്ലേ? ഇനി ഇവിടെ ലാസ്റ്റ് സ്റ്റാൻഡേർഡൈസേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഏതാണ് എൻ്റെ കയ്യിൽ കല്ല് കിട്ടി, കല്ലിനെ ഞാൻ പല 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 ടൂൾസ് ആക്കി മാറ്റിയല്ലേ? അതാണ് സ്റ്റാൻഡേർഡൈസേഷനിൽ വരാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പാട്ടുപാടി പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാലോ. യെസ്, കറക്റ്റ് അല്ലേ? യൂട്ടിലൈസേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദർ ഷേപ്പ്, അതല്ലേ ഫാഷനിങ് വന്നിരിക്കുന്നത് അല്ലേ? ഫാഷനിങ് ഇവിടെ വന്നിരിക്കുന്നത്, ഫാഷനിങ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. കറക്റ്റ് അല്ലേ ഫാഷനിങ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇനി സ്റ്റാൻഡേർഡൈസേഷൻ എക്സ്പ്ലനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ് അല്ലേ? നമ്മൾ പല 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 ടൂൾസ് ആക്കി മാറ്റിയതാണല്ലോ. യെസ്, 2 മാർക്കിന്റെ കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് നേടും. കാരണം നമ്മൾ ഇത് പാട്ട് പോലെ പറഞ്ഞ് പഠിച്ചതാണ്. യെസ്, അപ്പൊ 9ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 2 മാർക്ക് നേടിയിരിക്കുന്നു ഗൈസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. മെസോളിത്തിക് ഏജിലെ കേവ് സെന്റേഴ്സും അത് വരുന്ന കൺട്രീസുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ റിലേറ്റഡ് ടു മെസോളിത്തിക് സെന്റേഴ്സ്. മെസോളിത്തിക് സെന്റേഴ്സ് സറായ് നെഹ്റായ് ഇന്ത്യ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദെൻ എ ഡാഷ്, അവിടെ കൺട്രി വരുന്ന എവിടെയാണ്? ഇംഗ്ലണ്ട്. ദെൻ ഫാഹിയാൻ കേവ് കൊടുത്തിട്ടുണ്ട്. ബി ഡാഷ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അറിയാലോ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. ഇത് ഞാൻ എപ്പോഴും ആൻസർ പറഞ്ഞു, നിങ്ങൾ എന്നെ കമന്റ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾ എഴുതിയതല്ലേ, എഴുതി 2 മാർക്ക് മേടിച്ചതല്ലേ, നിങ്ങൾ എന്നെ കമന്റ് ചെയ്തേ. ദേ വരുന്നു. സ്റ്റാർ കാർ ഇംഗ്ലണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫാഹിയാൻ കേവ് എവിടെയാണ്? ശ്രീലങ്കയിലാണ്. സറായ് നെഹ്റായ് എവിടെയാണ്? ഇന്ത്യയില് ഉത്തർപ്രദേശിലാണ്. യെസ്, ഓക്കെ. ദെൻ നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ ദ ബ്യൂഗാൾസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഫോളോയിങ് ആസ് പെർ ദ മോഡൽ ഗിവൺ. മോഡലായിട്ട് എന്താണ്? ലേബർ, ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താണ്? ലാൻഡ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10 വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് ബ്യൂഗാൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ എന്താണ്? മൗണ്ടൻസിന്റെ സ്ലോപ്സ്, ചെരിവിൽ ഉണ്ടാവുന്ന സമ്മർ മെഡോസ്, അതായത് വേനൽക്കാല പുൽമേടുകളാണ് ഏതാ? നമ്മുടെ ഈ പറഞ്ഞ ബ്യൂഗാൾസ്. ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദയാര ബ്യൂഗാളും ഗോഡ്സോൺ ബ്യൂഗാളും. ഓക്കെ, എങ്ങനെ എഴുതി കഴിഞ്ഞാലും കറക്റ്റ് ആണ്. എന്താണ് ബ്യൂഗാളിന് ഏതാ? എക്സാമ്പിൾ കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് 2 മാർക്ക് നിങ്ങൾക്ക് വീണിട്ടുണ്ടാവും. ഇനി എന്താണ് ബ്യൂഗാൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ അത് മാത്രം എഴുതിയാൽ മതിയാവും. ഓക്കെ, എക്സാമ്പിൾസ് ഒക്കെ വരികയാണെങ്കിൽ കുറച്ചും കൂടി എന്താണ് ഒരു ഇംപ്രഷൻ ആയിരിക്കും ടീച്ചേഴ്സിന് അല്ലേ? അപ്പൊ എന്താണ് ബ്യൂഗാൾ എന്ന് അറിയാലോ. ഇത് ആൽപൈൻ സമ്മർ മെഡോസ് ആണ്. അതായത് എന്താണ്? വേനൽക്കാല പുൽമേടുകളാണ്. ഇതെവിടെ ഉണ്ടാവുക? ഉയർന്ന അല്ലെ, ഹൈ ആൾട്ടിറ്റ്യൂഡ്, അവിടെ മൗണ്ടൻസിന്റെ സ്ലോപ്പില്, മൗണ്ടൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പർവ്വതങ്ങളിലെ ചെരുവിൽ കാണുന്ന പുൽമേടുകളാണ് ബ്യൂഗാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് ആ പോയിന്റ് എഴുതാൻ നോക്കുക. അതേപോലെ തന്നെ വിന്റർ ടൈമിലൊരു കേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇതിന്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇതെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. മെയിൻ ആയിട്ട് ആ ചോദിച്ച ചോദ്യത്തിന് മാത്രം അവിടെ ഉത്തരം എഴുതി കഴിഞ്ഞാൽ 2 മാർക്കാണ്. Then 13, complete the following as per the model given എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ലേബറിന് കിട്ടുന്ന ആ ഒരു റിവാർഡ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്, വേജസ് ആണ്. ഇനി ലാൻഡിനും ക്യാപിറ്റലിനും എന്താണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും കിട്ടുക? യെസ്, എന്താണ് കിട്ടുക? ലാൻഡിന് ഇവിടെ റെന്റ് കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും. യെസ്, ഓക്കെ, നമ്മളിത് വായിച്ച് പറഞ്ഞ് പഠിച്ച് ഇതും പാട്ട് പോലെ ലേബറിന് വേജസ് കിട്ടും, ലാൻഡിന് റെന്റ് കിട്ടും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ
പാട്ട് പോലെ പറഞ്ഞ് വെള്ളം പോലെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്യൂഗാൾസ് ഓൾറെഡി നമുക്കറിയാം. അതേപോലെ തന്നെ നമ്മുടെ 11ാമത്തെ ക്വസ്റ്റൻ ആയിട്ട് വന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതിന്റെ റിവാർഡ്സ് നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ആണെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ എഴുതിയതും ഇത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ഇനി then identify the landform marked as a in the picture and explain how it is formed. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഷേപ്പ് ഓർമ്മ വരുന്നേ? വിഷറി, മറ്റേ ഈ ചൈനക്കാരൊക്കെ വിഷുല്ലേ എന്നൊക്കെ പറഞ്ഞൊരു വിഷറി വിഷുല്ലേ, അതിന്റെ ഒരു മോഡൽ ഉണ്ട് അല്ലേ? യെസ്, ഇത് ഫാൻസ് ആണ്, വിഷറികളാണ് അല്ലേ? എന്ത് ഫാൻസ് ആണ്? നമ്മുടെ അലൂവിയൽ ഫാൻസ് ആണ് അല്ലേ? അപ്പൊ ഒരു നദി ഇങ്ങനെ സ്പീഡിൽ, ഓക്കെ കാണുന്നില്ല, ഒന്നുകൂടി വ്യക്തമായിട്ട് വരയ്ക്കാം. നദി ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒരു പ്ലെയിൻസ്, ഇവിടെ പ്ലെയിൻസ് എന്ന് വിചാരിക്കുക, പ്ലെയിൻസിലേക്ക് കയറുമ്പോൾ നദിയുടെ സ്പീഡ് കുറയും. നദിയുടെ ഉള്ളിലുള്ള കുറെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന കുറെ ഐറ്റംസ് ഉണ്ട്. അത് നദി എങ്ങനെയാണ്? ഒരു വിഷറി രൂപത്തിൽ അല്ലെ? ഒരു വിഷറി രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് അലൂവിയൽ ഫാൻസ് അല്ലെങ്കിൽ ഏക്കൽ വിഷറികൾ. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് ഇങ്ങനെയാണ് ഫോം ആവുന്നത്. ഈ കഥ അതേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 മാർക്കാണ്. അപ്പൊ 12ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ആണ്. എത്ര പെട്ടെന്ന് 9 മുതൽ 13 കഴിഞ്ഞല്ലേ? ഇനി 14 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻസ് 2 മാർക്കാണോ 1 മാർക്കാണോ? അല്ല, 3 മാർക്കാണ്. ഈച്ച് ക്യാരീസ് 3 സ്കോർ. അപ്പോൾ 3 ഇല്ലെങ്കിൽ അതിൽ കൂടുതലോ സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഇതിന് കൃത്യമായിട്ട് 3 മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കിയാലോ? യെസ്, mention the 2 sects of Jainism. Okay, Jainism. ഇവരെന്താ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അല്ലേ? 2 sects of the Jainism എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്താണ് ഇത്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി അവിടെ ഒന്ന് ജസ്റ്റ് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ഇതിന് ശേഷം പറയും. ഓക്കെ, അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യനിൽ അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, മാറിപ്പോകരുത്. അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പായി പോയതാണ്. അപ്പൊ മെൻഷൻ ദ 2 സെക്ട്സ് ഓഫ് ജൈനിസം. അതായത് ജൈനമതത്തിന്റെ 2 വിഭാഗങ്ങളെയാണ് ചോദിച്ചിരിക്കുന്നത്. ജൈനമതം 2ആയിട്ട് പിരിയുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ശ്വേതാംബരധരേ ദേവി നാനാലങ്കാര പൂഷിതേ ജഗസ്ഥിതേ ജഗന്നാഥ മഹാലക്ഷ്മി നമസ്തുതേ. വേണ്ട, എൻ്റെ തൊണ്ട പൊട്ടി, നിങ്ങളുടെ ചെവിടും പൊട്ടി, നിങ്ങൾ ഓടിയിട്ടുണ്ടാവും. ഒന്ന് ശ്വേതാംബരനാണ് അല്ലെ? 2 ഏതാ? സിരനുരയും ചുരുൾമുട്ടിയിൽ ദിഗംബരനാണ്. അപ്പോൾ സോറി മക്കളെ, ഞാൻ ഒരു അഡ്വാൻസ് ആയിട്ട് സോറി ചോദിക്കുകയാണ്. കാരണം 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറയേണ്ടതാണ്. അത് ഈ നേരത്തെ ആ എക്സ്പ്ലനേഷൻ ശേഷമാണ് വന്നത്. അപ്പൊ മക്കള് അതൊന്ന് വിട്ടുകളയാ. അപ്പോൾ നമ്മൾ 13 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഏതാണ്? നമ്മുടെ 14 മുതലുള്ള 21 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. 3 മാർക്കാണ് അതിന്. നേരത്തെ പറഞ്ഞ പോലെ 3 കൂടുതൽ സെന്റൻസ് അതിന് എഴുതണം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. അതിൽ ആദ്യം എക്സ്പ്ലെയിൻ ദ അലൂവിയൽ പ്ലെയിൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതില്ലെങ്കിൽ അതിന് 2 ഓപ്ഷൻ ഉണ്ട്. ബി ആയിട്ട് ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അലൂവിയൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത് ഓൾഡും അതേപോലെ തന്നെ നമ്മുടെ ന്യൂവർ ആയിട്ടുള്ള ഡെപ്പോസിഷൻസ് വഴിയാണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ? അപ്പൊ അത് ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസിലാണ് പ്രധാനമായിട്ടും എന്താണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത് സെറ്റിമെന്റ്സിന്റെ ഡെപ്പോസിഷൻ വഴിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഓൾഡ് ഡെപ്പോസിഷൻസ് നമുക്ക് എന്ത് വിളിക്കാം? ഖാദർ എന്ന് വിളിക്കാം. ന്യൂവിനെ നമുക്ക് എന്ത് വിളിക്കാം? ഭാങ്കർ എന്ന് വിളിക്കാം. ആണല്ലോ? അപ്പോൾ ഈ 2 കാര്യങ്ങളൂടെ മെയിൻ ആയിട്ട് എഴുതി. ജസ്റ്റ് ഇത് എന്താണെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഭാങ്കർ, ഖാദർ അല്ലെങ്കിൽ ഖാദർ, ഭാങ്കർ ഒക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് അവിടെ മാർക്ക് കിട്ടും. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇത് എന്താണ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ അലുവിയൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ എന്താണ് ഏക്കൽ സമതലങ്ങൾ പ്രധാനമായിട്ടും എന്താണെന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. അത് ഡെപ്പോസിഷൻസ് വഴി ഉണ്ടാവുന്നതാണ് അല്ലെ? അതായത് ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസിലാണ് പ്രധാനമായിട്ട് നമുക്കിത് കാണാനായിട്ട് പറ്റുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖാദർ, ഭാങ്കർ അല്ലെ? ഇത് വഴിയാണ് പ്രധാനമായിട്ടും എന്താണ് ഈ ഡെപ്പോസിഷൻസ് വഴിയാണ് പ്രധാനമായിട്ടും ഇത് ഉണ്ടാവുന്നത്. സെറ്റല്ലേ? ഓക്കെ, ഇനി അതേപോലെ നെക്സ്റ്റ് ബി പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഏതാണ്? ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ്. അതിന്റെ ഒരു കാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇത് പെൻസിൽ പ്ലാറ്റിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതേപോലെ 70 മുതൽ 200 സെന്റിമീറ്റർ വരെ ആനുവൽ റെയിൻഫാൾ ലഭിക്കുന്ന സ്ഥലത്ത് ഇത് കാണുള്ളൂ. ഇത് 2 ടൈപ്സ് ഉണ്ട്. മോയിസ്റ്റ് ഡിസിഡിയസും ഡ്രൈ ഡിസിഡിയസും വരുന്നുണ്ട്. അപ്പൊ മോയിസ്റ്റ് ഡിസിഡിയസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മുതൽ 200 സെന്റിമീറ്റർ ആണ്. അതേപോലെ ടീക്ക്, സാല്, ശിഷം അതിന്റെ എന്താണ്, അതുപോലെ മൗവ, സാൻഡൽവുഡ് ഒക്കെ എന്താണ് ഇവിടെ കോമൺ ആയിട്ട് ആ ഫോറസ്റ്റിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റ് വരുന്നുണ്ട്. 70 മുതൽ 100
സെന്റിമീറ്റർ വരെ ആനുവൽ റെയിൻഫാൾ ലഭിക്കുന്ന ഏരിയാസിലാണ് ഈ പറഞ്ഞ ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റ് ഉണ്ടാവാം. ടീക്ക് റോസ് വുഡ്, എക്സൽ വുഡ്, ബംബൂസ് ഒക്കെ അവിടെ ഉണ്ടാവും. മെയിൻ ആയിട്ട് മക്കള് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റിന്റെ ഈ ഒരു 3-4 പോയിന്റ് ഇൻക്ലൂഡിങ് ഇതിന്റെ ടൈപ്സും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ 3 മാർക്ക് കിട്ടിയിട്ടുണ്ടാവണം. സെറ്റ് അല്ലേ റെഡി? അപ്പോൾ അലുവിൽ പ്ലാന്റ്സിന്റെ ഇപ്പൊ മെയിൻ ആയിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുള്ള എക്സ്പ്ലെയിൻ പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് അത് എന്താണെന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഖാദർ, ഭാങ്കർ അതിന്റെ കേസും കൂടി നിങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഞാൻ ഓൾറെഡി ഒന്നുകൂടി എഴുതി വെച്ചേക്കാം. ഖാദറും അതേപോലെ തന്നെ ഭാങ്കറും ഈ 2 ചേട്ടന്മാരുടെ കാര്യങ്ങളും കൂടി ഇതിന്റെ ഒപ്പം എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവുന്ന സാറിന് അറിയാം. അപ്പൊ സാർ ഒന്നുകൂടി ഒരു ഉറപ്പിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 6 മാർക്ക് അല്ലെങ്കിൽ എന്താ 3 മാർക്ക്, 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6 ആണല്ലോ. അപ്പോൾ 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, 2ഉം എഴുതി വെക്കേണ്ട കാര്യമില്ല. Then mention the features of the life of the people in the early Vedic period based on the hints given below. Yes, ഇതിനൊരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ 3 ഹിൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ കാര്യങ്ങൾ മാത്രം എന്താണ് ഏർലി വേദിക് ഏജിൽ എഴുതിയാൽ മതി. അല്ലാണ്ട് അതിന്റെ മറ്റു ഫീച്ചേഴ്സ് എഴുതണം. ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങളെല്ലാം വലിച്ചു വരി ചിലപ്പോൾ ആർക്കെങ്കിലും എഴുതാനായിട്ട് അങ്ങനെ എഴുതി പോയിട്ടുണ്ടാവും. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ ഹിൻസ് മാത്രം വെച്ച് നിങ്ങൾ എഴുതിയാൽ മതി. 3 പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എല്ലാം വലിച്ചു വാരി എഴുതണമെന്നില്ല. ഇനി ആരെങ്കിലും എഴുതിപ്പോയിട്ടുണ്ടെങ്കിൽ സാരമില്ല, നമ്മൾ പഠിച്ച കാര്യമല്ലേ, അന്തസ്സായിട്ട് എഴുതാലോ. അപ്പൊ സെറ്റിൽമെന്റ്, പൊസിഷൻ ഓഫ് വുമൺ, അഗ്രികൾച്ചർ. അപ്പൊ ഈ ഹിൻസ് വെച്ചിട്ട് നമുക്ക് ഏർലി വേദിക് പീരീഡിലെ എന്താണ് പീപ്പിൾസിന്റെ ലൈഫ് അല്ലെങ്കിൽ പീപ്പിളിന്റെ ലൈഫ്, ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുക, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം. യെസ്, ഏർലി വേദിക് പീരീഡ് കൊടുത്തിട്ടുണ്ട് സപ്ത സിന്ധു റീജിയൻ, അതാണ് മെയിൻ ആയിട്ട് റീജിയൻ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. സെറ്റിൽമെന്റ് നോക്കിയാൽ മതി അല്ലെ? സെറ്റിൽമെന്റ് ഇവിടെ പ്രധാനമായിട്ടും എന്താണ്, ഇവരെ സെമി നോമാഡ്സ് ആയിരുന്നു അല്ലെ? ഇവര് അർദ്ധ നാടോടികളായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കില്ല, ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഓരോ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സെമി നോമാഡ്സ് അല്ലെങ്കിൽ അർദ്ധ നാടോടികൾ. അതേപോലെ പൊസിഷൻ ഓഫ് വുമൺ, ഇവിടെ വുമന്റെ പൊസിഷൻ എന്താണ്, ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു വുമൺ ഉണ്ടായിരുന്നത്. ദെൻ അഗ്രികൾച്ചർ, ഇവര് എങ്ങനെയാണ് കൃഷി ചെയ്തിരുന്നത്, ഫോറസ്റ്റ് വാസ് ക്ലിയർഡ് ആൻഡ് ബേൺഡ് ഫോർ കൾട്ടിവേഷൻ, അങ്ങനെയാണ് അവരവിടെ കൃഷി ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. സെറ്റ് അല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് എഴുതിയാൽ മതി. സാർ ടിക്കടിക്കാം. ഈ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് എഴുതിയാൽ മതി. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന് മാർക്കാണ്. 3 മാർക്ക് നമ്മൾ കൂടുതലായിട്ട് വലിച്ചു വാരി എഴുതണ്ട. ഈ 3 കാര്യം എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ, elucidate the circumstances that made the ideas of Buddha attracted to the people. അതായത് എങ്ങനെയാണ് ബുദ്ധന്റെ ആശയങ്ങൾ ആൾക്കാരെ ആകർഷിച്ചത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ ബുദ്ധന്റെ പ്രിൻസിപ്പിൾ എന്താണ്, സിമ്പിളും പ്രാക്ടിക്കലും ആയിരുന്നു. ഭയങ്കര സിമ്പിൾ ആയിരുന്നു, എല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ പറ്റിയതായിരുന്നു. അതേപോലെ എന്താ, അദ്ദേഹം ഇവിടെ വേദങ്ങൾ എന്താ ഭയങ്കര സീനായിരുന്നു ആ സമയത്ത് അല്ലെ? വേദങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യൂന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കര ഇതായിരുന്നു അല്ലെ? വേദങ്ങൾ എതിർത്തു. അതേപോലെ യാഗങ്ങളും മൃഗങ്ങളെ കൊള്ളുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതും അദ്ദേഹം എതിർത്തു അല്ലെ? കാസ്റ്റ് സിസ്റ്റത്തെയും അതേപോലെ തന്നെ അദ്ദേഹം എതിർത്തു എന്ന് പറയുന്നു. അഹിംസ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. അത് അവിടെ വളരെ സ്യൂട്ടബിൾ ആയിരുന്നു. ദെൻ എന്താണ്, ബുദ്ധന്റെ ഈ പറഞ്ഞ കുറെ സ്റ്റാൻഡ്സ്, അതായത് ഈ പറഞ്ഞ സാക്രിഫൈസസ് അല്ലെങ്കിൽ ഈ യാഗങ്ങൾക്ക് മൃഗങ്ങളെ ബലി കൊടുക്കൂലേ, അതിനെതിരെയുള്ള സ്റ്റാൻഡ്സ് എന്താ ആൾക്കാരെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് ഈ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനോട് എൻഗേജ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് അവിടുത്തെ ആൾക്കാരാണ് കൃഷിയിൽ കൂടുതലായിട്ട് എൻഗേജ് ചെയ്തിരുന്നത്. അപ്പോൾ ബുദ്ധൻ്റെ ഒരു സപ്പോർട്ടും അതിന് കിട്ടിയിരുന്നു. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് എന്താണ് അവിടുത്തെ ആൾക്കാർ കൃഷിയിൽ എൻഗേജഡ് ആകുമ്പോൾ അവർക്ക് കൃഷിയിൽ കന്നുകാലികൾ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ അതിനെ സാക്രിഫൈ ചെയ്യുന്ന ആ ഒരു പരിപാടിക്ക് എതിരെ ആരാണ് സംസാരിച്ചത്? ബുദ്ധനാണ് സംസാരിച്ചത്. അപ്പോൾ ഓട്ടോമാറ്റിക് അവരത് അട്രാക്ട് ചെയ്യുമല്ലോ, ആ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ബുദ്ധ സ്പ്രെഡ് ഹിസ് ഐഡിയാസ് ഇൻ പാലി എന്ന് പറഞ്ഞ ലാംഗ്വേജ്, സാധാരണക്കാര് ലാംഗ്വേജിലാണ് ബുദ്ധൻ അവിടെ ഐഡിയാസ് സ്പ്രെഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. സെറ്റ് അല്ലേ മക്കളെ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 3 അല്ലെങ്കിൽ 4 പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. അപ്പോൾ ബുദ്ധൻ എങ്ങനെയാണ് അട്രാക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ്സ് പ്രധാനമായിട്ടും എന്താണ് നിങ്ങൾ എടുത്ത് എഴുതണം കേട്ടോ. അപ്പോൾ ഈ ഒരു 3 പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന 4 പോയിന്റോ എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല. പാലിയുടെ കേസ് വേണമെങ്കിൽ എഴുതാം. ഇത് 5 എഴുതി കഴിഞ്ഞാൽ ഉഷാർ, കുസാർ, സമാർ. യെസ്, ഓക്കെ. Then next, education lead to the progress of the country, substantiate the എന്താണ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ വിദ്യാഭ്യാസം എന്താണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എന്താണ് നമ്മളോട് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് എഴുതി തരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്താ, നമുക്ക് എന്താ പഠിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നല്ല രീതിയിൽ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? നല്ല ജോലി കിട്ടും, നല്ല രീതിയിൽ എന്താണ് ഇൻകം കിട്ടും അല്ലെ? അതേപോലെ തന്നെ എന്താണ് ഇത് മെയിൻ ആയിട്ടും നമ്മുടെ നാഷണൽ ഗ്രോത്തിന്
കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ എന്താണ് ദേശീയ വളർച്ചയ്ക്ക് അത് സഹായകരമാകുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ 3 പോയിന്റ്സ് മെയിൻ ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ടാവണം കേട്ടോ. അതേപോലെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് എന്തിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വേണം, പബ്ലിക് കോർപ്പറേറ്റീവ് പ്രൈവറ്റ് സെക്ടേഴ്സിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വേണം. ആ ഇൻവെസ്റ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ പോളിസീസ് നടപ്പിലാക്കാൻ പറ്റും. അതിൽ ഒരുപാട് ടെക്നോളജി അല്ലെ ആ പ്രോസസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്താണ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എഡ്യൂക്കേഷൻ അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ എഡ്യൂക്കേഷൻ അത് കൊണ്ടാണ് എന്താണ് ഒരു എക്കണോമിക് ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിന്റെയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് മാറുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഈ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പ്രോഗ്രസിലേക്ക് നയിക്കുന്നത് എന്നുള്ളതിന്റെ ഈ ഒരു കേസ് മെയിൻ ആയിട്ടൊന്ന് നോക്കി വെച്ചാൽ മതി. അതേപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. ഓക്കെ, ഇപ്പൊ ഇത് മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ആരും കൂടിപ്പോയി അല്ലെങ്കിൽ എഴുതിയത് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് കുറയ്ക്കത്തില്ല അല്ലെ. അപ്പോൾ എല്ലാവരും ഈ കാര്യം സെറ്റായി എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും അടിപൊളിയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ കേസസ് എല്ലാവരും ഒന്ന് നോക്കി വെക്കാം. ഇനി എക്സ്പ്ലെയിൻ ദ സോയിൽ ടൈപ്സ് ഇൻ ദ ഹിമാലയൻ മൗണ്ടൻ റേഞ്ച്. അപ്പോൾ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിലുള്ള സോയിൽ ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലൂവിയൽ സോയിൽ ഏക്കൽ മണ്ണ്, ഫോറസ്റ്റ് സോയിൽ വനം മണ്ണ്, മൗണ്ടൻ സോയിൽ പർവ്വത മണ്ണ്, കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ തരികളുള്ള മണ്ണ്, ഫൈൻ ഗ്രെയിൻഡ് സോയിൽ നേർത്ത മണ്ണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3ന്റെ പേര് എന്താണ് എഴുതുന്നതിന് പകരം എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ വിവരിക്കുക എന്ന് പറഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതിയാവും, അവിടെ മാർക്കാണ്. ഓക്കെ, മൗണ്ടൻ സോയിലും ഫോറസ്റ്റ് സോയിലൊക്കെ അവിടെ നല്ല രീതിയിൽ അവൈലബിൾ ആണെന്ന് അറിയാം. അതുപോലെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, കോഴ്സ് ഗ്രെയിൻഡ് സോയിലൊക്കെ എന്താണെന്ന് എഴുതുക. അതേപോലെ അലുവിയൽ സോയിൽ എന്താണ് പ്രധാനമായിട്ട് ഡെപ്പോസിഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. ആ കേസൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കാണ് കേട്ടോ. അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന് ഏതെങ്കിലും 3 അല്ലെങ്കിൽ 4 എക്സ്പ്ലനേഷൻ ഇവിടെ കുഞ്ഞിതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 മാർക്കാണ്. ഇനി നെക്സ്റ്റ് എന്താണ് The climate of the Himalayan mountain zone varies according to the elevation and the topography of the respective parts of the region. Elucidate the statement. അതായത് ഈ ഹിമാലയൻ മൗണ്ടൻ സോണിലെ ക്ലൈമറ്റ് എന്താണ്, ഇപ്പോൾ ഉയരം നമ്മുടെ എലവേഷൻ അല്ലെങ്കിൽ ടോപ്പോഗ്രഫി ഭൂപ്രകൃതി ഇതിക്കനുസരിച്ച് എന്താണ് നല്ല രീതിയിൽ വേരിയേഷൻസ് അതിലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് ഇത്രയും നോക്കിയാൽ മതി. എന്തൊക്കെ വന്നാലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പം മൗണ്ടൻ എക്സാമ്പിൾ തന്നെ എടുക്കാം. അവിടെ ഈ എലവേഷൻ ഉയരം അതേപോലെ ടോപ്പോഗ്രഫി ഭൂപ്രകൃതി ഇതിക്കൊക്കെ അനുസരിച്ച് ഉണ്ടാകും നല്ല രീതിയിൽ ക്ലൈമറ്റിൽ മാറ്റം ഉണ്ടാകും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ശിവാലിക് ഫുട്ബോളിൽ അവിടെ അല്ലെങ്കിൽ ലോവർ മൗണ്ടൻ സ്ലോപ്പിൻ്റെ ഒക്കെ അവിടെ എന്താ ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരിക്കും. നല്ല പൊക്കുള്ള സ്ഥലത്ത് ലോ ടെമ്പറേച്ചർ ഉണ്ടാവും. അതേപോലെ ലഡാക്ക് റീജിയനിൽ ആ ഏരിയയിലൊക്കെ ഭയങ്കര വിന്റർ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ റേഞ്ച് ശിവാലിക് റേഞ്ചിലും അതേപോലെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലും കിട്ടാറുണ്ട്. അതേപോലെ ഈ മൗണ്ടൻസിൽ സ്നോഫാൾ കോമൺ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോഴേക്കാണ് പ്രധാനമായിട്ടും ഇത് വരുന്നത്. അപ്പോൾ ഉയരം കൂടുന്നതോറും എന്താണ് ഈ ക്ലൈമറ്റിൽ വ്യത്യാസം വരും, ഭൂപ്രകൃതിക്ക് അനുസരിച്ചും വ്യത്യാസം വരും. അപ്പോൾ ഉയരം കൂടിക്കഴിഞ്ഞാൽ എന്താണ് പ്രധാനമായിട്ട് ഈ ടെമ്പറേച്ചർ കുറയും, അപ്പോൾ തണുപ്പ് കൂടും എന്നുള്ള കേസൊക്കെ നമുക്കറിയാം. ആ പോയിന്റ്സ് ഒക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ 4 പോയിന്റ്സിൽ ആ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഷോർട്ടാക്കി ഇതിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇതിൽ ആ ഒരു ഐഡിയ നിങ്ങൾ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 മാർക്ക് വീണിട്ടുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ലോക്സഭ, ദ ലോവർ ഹൗസ് ഓഫ് ദ ഇന്ത്യൻ പാർലമെന്റ്. ഓക്കെ, ഒരു 6 പോയിന്റ് 5 പോയിന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ കുശാലാണ് അല്ലേ. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 പോയിന്റ് ഒരു 3 മാർക്ക് ഉണ്ട്. നമ്മളെപ്പോഴും ഒരു 2 പോയിന്റ് എക്സ്ട്രാ കൂട്ടി എഴുതുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 4-5 പോയിന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ സെറ്റാണ്. മിനിമം 3 പോയിന്റെങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ മെയിൻ ആയിട്ട് എന്താ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് വേഗം ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4-5 അല്ലെങ്കിൽ 3 പോയിന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്കാണ്. അപ്പോൾ ഈ ലോക്സഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ലോവർ ഹൗസ് ആണെന്ന് അറിയാം. ഓക്കെ, നമുക്കറിയാവുന്ന പോയിന്റ്, സിമ്പിൾ പോയിന്റ്. അതേപോലെ തന്നെ മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ആർ ഇലക്ടഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ ഓൺ എ മെജോറിറ്റി സിസ്റ്റത്തിലാണ് എന്താണ് ഈ പറഞ്ഞ ലോക്സഭയിലെ മെമ്പേഴ്സിനെ ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങളാണ് അവരെ തെരഞ്ഞെടുക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു മെജോറിറ്റി സിസ്റ്റം ഭൂരിപക്ഷത്തിലാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. അതേപോലെ 5 വർഷമാണ് കാലാവധി, 550 മെമ്പേഴ്സ് മാക്സിമം സ്ട്രെങ്ത്. അതേപോലെ തന്നെ എന്താണ് the formation and existence of government is possible on the basis of a majority in the Lok Sabha. അപ്പോൾ ലോക്സഭയിൽ മെജോറിറ്റി അനുസരിച്ചാണ് ഗവൺമെന്റിന്റെ എക്സിസ്റ്റൻസ് ഫോർമേഷൻ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പാർട്ടി ഓഫ് കൊലീഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താ ഈ പറഞ്ഞ മെജോറിറ്റി ഒക്കെ ലോസ് ആവുന്ന കേസൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ജനറൽ ഇലക്ഷനിലേക്ക് കൺട്രി പോകുന്നു പറയുന്നുണ്ട്. അതേപോലെ ലോക്സഭയുടെ സ്പീക്കർ, ലോക്സഭ ചെയർ അല്ലെങ്കിൽ എന്താണ് അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമ്മുടെ സ്പീക്കറാണ്. അപ്പോൾ ലോക്സഭയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ
ഇറ്റ് ഈസ് സ്റ്റേഡ് ബൈ ആരാണ്? സ്പീക്കറാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ എന്താ രാജ്യസഭേനേക്കാളും പവർ ആർക്കുണ്ട്? ലോക്സഭയ്ക്കുണ്ട്. പിന്നെ മണി ബില്ല് നോ കോൺഫിഡൻസ് മോഷൻ ആർ പ്രസന്റഡ് ഇൻ ലോകസഭ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 3-4 പോയിന്റെങ്കിലും മക്കൾ എഴുതിയിട്ടുണ്ടാവുക. 5 എഴുതി കഴിഞ്ഞാലും കുഴപ്പമില്ല, സെറ്റാണ്. ഒരു 3 പോയിന്റെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം കേട്ടോ. നെക്സ്റ്റ്, is the Mauryan system of administration similar to the present Indian system of administration? Substantiate. അതായത് മൗര്യൻ സിസ്റ്റം, മൗര്യൻ ഭരണ സംവിധാനം നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇന്ത്യൻ ഭരണവുമായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ലെങ്കിൽ സിമിലർ ആണോ എന്നാണ് ചോദിക്കുന്നത്. ആണോ? ഒരിക്കലുമല്ല, അല്ലെ? സിമിലർ ഏതായിരുന്നു? സിമിലർ ആയിട്ട് വരുന്ന ഏതായിരുന്നു? ഏതൻസ് ആയിരുന്നു, അല്ലെ? അപ്പോൾ ഈ പറഞ്ഞ മൗര്യൻ സിസ്റ്റത്തിന് ഒരു എന്താണ് സിമിലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ ആദ്യത്തെ പോയിന്റ് എഴുതുക. അതേപോലെ മൗര്യൻ കിങ്ഡത്തിന് എന്താണ് പല പല പ്രൊവിൻസസ് ആയിട്ട് തിരിച്ചിരുന്നു. ഓക്കെ, അത് ഗവർണേഴ്സിന്റെ കൺട്രോളിലായിരുന്നു. പാടാലിപുത്രം ആരെ കൺട്രോളിലായിരുന്നു? നമ്മുടെ എംപററിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോളിലായിരുന്നു. മൗര്യൻ ആർമിക്ക് 5 ഡിവിഷൻസ് ഉണ്ടായിരുന്നു: ഇൻഫാൻട്രി, കവാലറി, ചാരിയോട്സ്, എലഫൻസ്, നേവി. മിലിറ്ററിയിൽ എന്താ? മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിൽ 30 അംഗങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 30 അംഗ കമ്മിറ്റി അടങ്ങുന്നതായിരുന്നു എന്താണ് മിലിറ്ററി ഭരണം അല്ലെങ്കിൽ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മെയിൻ ആയിട്ട് ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യമുള്ളൂ, ഒരു സിമിലാരിറ്റിയും ഇല്ല എന്ന് പറഞ്ഞു നോ എന്ന് പറഞ്ഞു എഴുതാം. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ഷോർട്ട് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അവിടെ 3 മാർക്കാണ്. അപ്പോൾ ഇത് സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ 4 മാർക്കിലേക്ക് പോവാണ് സുഹൃത്തുക്കളെ. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 22 to 28 in 4 or more sentences. Each carries 4 score. അതായത് ഇവിടെ 22 മുതൽ 28 വരെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും എന്താണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ 4 അല്ലെങ്കിൽ മോർ അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 4 കൂടുതൽ സെന്റൻസിൽ ഉത്തരം എഴുതണം. അതിന് 4 മാർക്കാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും പരിപാടി എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ factors that forced humans to begin agriculture in the area called fertile crescent? Fertile crescent എന്തുകൊണ്ടാണ് മനുഷ്യൻ കൃഷി ആരംഭിച്ചത്? അപ്പോൾ കൃഷി എന്താണ് അവിടെയാണ് ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. അതാണ് ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്ന: പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവ്, then an increase in the number of settlements, അതായത് മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, സങ്കീർണമായ സാമൂഹിക സംഘാടനം, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, ചേഞ്ച് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. ഇത് സിമ്പിള് നമ്മൾ പാട്ടുപോലെ പലവട്ടം പറഞ്ഞു പഠിച്ചതാ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ ഫുൾ പോയിന്റ് വന്നു കഴിഞ്ഞാലും ഓക്കെയാണ്. ഒരു മിനിമം 4 പോയിന്റെങ്കിലും വന്നിരിക്കണം. അതിന് മാർക്കാണ്. യെസ്. ഐഡന്റിഫൈ ദി സിവിലൈസേഷൻ വിച്ച് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ ഏത് സിവിലൈസേഷനെയാണ് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം അല്ലെങ്കിൽ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാലോ, ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്, ഹാരപ്പൻ സംസ്കാരമാണ് നമുക്കറിയാം. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഹാരപ്പൻ സിവിലൈസേഷൻ ആരംഭിക്കുന്നത് ബ്രോൺസ് ഏജിൽ നിന്നാണ്, അല്ലെ? ഹാരപ്പ, മോഹൻജാദാരോ, ലോഥലൊക്കെ എന്താണ് അവിടെ നല്ല തിരക്കേറിയ സിറ്റീസ് ആയിരുന്നു. അവിടെ ഗ്രേറ്റ് ബാത്ത്, ഒരുപാട് ഹൗസസ്, പബ്ലിക് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? അർബനൈസേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ നഗരവൽക്കരണത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഹാരപ്പൻ സിവിലൈസേഷനെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് അർബനൈസേഷൻ അല്ലെങ്കിൽ 1ാം നഗരവൽക്കരണം എന്ന് പറയാം. ഇത് സിമ്പിൾ ആണ്. ഇത് കഴിഞ്ഞ കൊല്ലം പഠിച്ച കാര്യമാണ്, 8ാം ക്ലാസ്സിൽ. അപ്പൊ ഇപ്പൊ എഴുതി വെക്കാലോ, 4 മാർക്ക് കിട്ടി. യെസ്, സെറ്റ്. ഇനി നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ടാണ്. ഐഡന്റിഫൈ ദ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ മാർക്കഡ് ആസ് ബി ഇൻ ദ ഗിവൻ മാപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഡിവിഷൻ. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞ നോർത്തേൺ മൗണ്ടൻ റീജിയൻ കൊടുത്തിട്ടുണ്ട്. ബി ക്വസ്റ്റ്യൻ മാർക്കാണ്. സി പെൻസിലർ പ്ലാറ്റ്യൂ, ഉപദ്വീപീയ പീഠഭൂമി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബി നമുക്കറിയാം, അല്ലെ? ഇന്ത്യയുടെ തലയുടെ താഴെ കുറച്ചങ്ങ് ഇറങ്ങി വരുന്ന ചേട്ടനാണ് ആരാ? നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നും കൂടി അതിനെ പറയും, അറിയാലോ. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങൾ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ് ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 3200 കിലോമീറ്ററോളം വരുന്നുണ്ട്. അത് റിവർ ഇൻഡസ് മുതൽ റിവർ ഗംഗ വരെയാണ്. അത് ഇന്ത്യയിലെ നമ്മുടെ വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള അലൂവിയൽ പ്ലെയിൻസ്, സമതലങ്ങളാണ്. അതേപോലെ 2400 കിലോമീറ്റർ ഇന്ത്യയിൽ വരുന്നുണ്ട്. 150 മുതൽ 300 കിലോമീറ്ററാണ് അതിന്റെ വീതി വരുന്നത് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ശിവാലിക് റേഞ്ചസ് അതിന്റെ നോർത്തേൺ ബൗണ്ടറീസ് ആയിട്ട് വരുന്നുണ്ട്. ദെൻ അതേപോലെ പെൻസിലർ പ്ലാറ്റ്യൂ സദേൺ ബൗണ്ടറി ആയിട്ട് വരുന്നുണ്ട്. ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, കണ്ട? ഇതാണ് നോർത്തേൺ ബൗണ്ടറി, ഇതാണ് സദേൺ ബൗണ്ടറി. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ഇവിടെ അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഫെർട്ടൈൽ സോയിൽ, നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്. വാട്ടർ സപ്ലൈ, വെള്ളത്തിന് നല്ല
ഉപയോഗം ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അഡ്വക്കേറ്റ് ആണ്, കാരണം നമുക്ക് നല്ല രീതിയിൽ വാട്ടർ സപ്ലൈ ഇവിടെ വരുന്നുണ്ട്. ദെൻ അതേപോലെ ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥയാണ്, ഫ്ലാറ്റ് ടെറൈൻ ആണ്. അതേപോലെ ഇതിനെ 4 ഡിവിഷൻസ് ആക്കി തിരിക്കാം. രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ഗംഗ പ്ലെയിൻ ആൻഡ് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറഞ്ഞ് നമുക്ക് തിരിക്കാം. സെറ്റ്. അപ്പൊ ഇത് വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ ആ ഒരു പോയിന്റ് ഇതിലൊരു 3-4 പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും ഒരു പോയിന്റ് കൂട്ടി പറയാൻ കാരണം എപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് എഴുതാൻ പഠിക്കുക. മിനിമം ആ പറഞ്ഞ മാർക്ക് അനുസരിച്ചുള്ള പോയിന്റ് മതി, എങ്കിൽ പോലും കുറച്ച് കൂട്ടി എഴുതാൻ പഠിക്കുക. ഓക്കെ, അതെപ്പോഴും നല്ലതാണ്. അപ്പോൾ ആ ഒരു ബിയുടെ ആൻസർ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ ഫീച്ചേഴ്സും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഐഡന്റിഫൈ ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഗംഗ പ്ലെയിൻ മാർക്കറ്റ് ആസ് എ, ബി ആൻഡ് സി. എക്സ്പ്ലെയിൻ ഹൗ ദ ഗംഗ പ്ലെയിൻ വാസ് ഫോംഡ്. അപ്പോൾ ഈ ഗംഗ പ്ലെയിനെ നമുക്ക് 3 ആക്കി തിരിക്കാം. അതാണ് എ, ബി, സി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എ അപ്പർ ഗംഗ, ബി മിഡിൽ ഗംഗ, സി ലോവർ ഗംഗ. അപ്പൊ ഇതെങ്ങനെയാണ് ഫോം ആയിരിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇത്? നമ്മുടെ ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസും, ഗംഗയും അതിന്റെ പോഷക നദികളും നടത്തിയ, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ കലാകാലങ്ങളായിട്ട് നടത്തി വന്ന ഡിപ്പോസിഷൻ പ്രോസസ്സ്, അല്ലെ, നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് ഈ പറഞ്ഞ ഗംഗ പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ 4 മാർക്ക് എങ്ങനെ കിട്ടും നോക്കാലോ. ഈ എക്കും ബിക്കും സിക്കും ഓരോ മാർക്ക് വെച്ചായിരിക്കും കൂട്ടാ. ഈ പോയിന്റിന്, അതായത് എങ്ങനെയാണ് ഇത് ഫോം ആയെന്നുള്ളതിന് 1 മാർക്കായിരിക്കും നോക്കുക. അപ്പോൾ ടോട്ടലി 4 മാർക്കായില്ലേ? സിമ്പിൾ പരിപാടിയാണ്. നമുക്കറിയാം നദികൾ വഴിയാണ് പ്ലെയിൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗംഗ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഗംഗയും അതിന്റെ ട്രിബ്യൂട്ടറീസും ഡിപ്പോസിഷൻ നടത്തി ഉണ്ടായേക്കുന്ന പ്ലെയിൻ ആണ് ഗംഗ പ്ലെയിൻ. അതിന് അപ്പർ, മിഡിൽ, ലോവർ എന്നായിട്ട് തിരിക്കാം. സെറ്റ്. ഇനി നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻസസ് ഇൻ ഫാക്ടേഴ്സ് ലൈക്ക് ടോപ്പോഗ്രഫി, എലവേഷൻ ആൻഡ് ക്ലൈമറ്റ് ലെൻഡ് ടു ദ റീജിയണൽ വേരിയേഷൻസ് ഇൻ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദ ഹിമാലയൻ ടെറൈൻ സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലൈമറ്റിലെ കേസ് പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ വെജിറ്റേഷൻ, ഓക്കെ, എലവേഷൻ, ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, കാലാവസ്ഥ, ഭൂപ്രകൃതി, ഉയരത്തിനനുസരിച്ചൊക്കെ അതിലും വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെ? എന്തായാലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ, അതായത് ഈ ഹിമാലയൻ ഭാഗത്തൊക്കെ ഏകദേശം ഒരു 200 സെന്റിമീറ്റർ ആ ഒരു അളവിൽ ആനുവൽ റെയിൻഫാൾ ആവറേജ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ട്രോപ്പിക്കൽ എവർഗ്രീൻ വെജിറ്റേഷൻ ഈസ്റ്റേൺ ഹിമാലയത്തിലും അതേപോലെ നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലും കാണപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നു, അതേപോലെ തന്നെ ഓൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഇവിടെ ഡിക്രീസ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് പല കറസ്പോണ്ടിങ് പല ചേഞ്ചസ് അവിടെ കാണാൻ പറ്റും. നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിലെ നാച്ചുറൽ വെജിറ്റേഷനിൽ കാണാനായിട്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഇവിടെ തുന്ദ്രയുടെ കേസ് പറയുന്നുണ്ട്. സെമി എവർഗ്രീൻ ആൻഡ് ഡിസിഡിയസ് ഫോറസ്റ്റ്, കോണിഫറസ് ട്രീസ് വെറൈറ്റീസ് സച്ച് ആസ് പൈൻ ആൻഡ് ഡിയോദാർ. ദെൻ അതേപോലെ തന്നെ ഷബ്സ്, ജൂനിപ്പേഴ്സ്, റോഡോഡെൻഡ്രസ്, ആൽപൈൻ മെഡോസ് എന്നൊക്കെ കേസ് പറയുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഇവിടെ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇവിടെ ഈ ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, എലവേഷൻ അനുസരിച്ച് കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, അല്ലെ? ഉയരം കൂടുന്നതോറും അതേപോലെ തന്നെ മഴ ലഭിക്കുന്ന സ്ഥലത്തൊക്കെ പല പല വെജിറ്റേഷൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മഴ കൂടുതൽ ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ മരങ്ങൾ, ചെടികളൊക്കെ ഉണ്ടാവും, അല്ലെ? ഉയരം കൂടുമ്പോൾ പ്രധാനമായിട്ടും അങ്ങനെയും ഈ പറഞ്ഞ നാച്ചുറൽ വെജിറ്റേഷന് മാറ്റം ഉണ്ടാവും. ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ചേട്ടന്മാരുണ്ടാവുന്നത്. മെയിൻ ആയിട്ട് ഈ മാറ്റങ്ങൾ എഴുതാ, അതുങ്ങളുടെ പേര് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാർക്കാണ്, സെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദെൻ അതേപോലെ തന്നെ ഇതിന്റെ ബി പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്നത് അനലൈസ് ദ ടൂറിസം പൊട്ടൻഷ്യൽ ഓഫ് ഹിമാലയൻ റീജിയൻ ബേസ്ഡ് ഓൺ ദ ഗിവൺ ഹിൽസ്. ഇവിടെ പിൽഗ്രിമേജ്, തീർത്ഥാടനം, ടൂറിസ്റ്റ് സെന്റേഴ്സ്, ദെൻ അഡ്വഞ്ചർ ടൂറിസം, ഈ 3 ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഹിമാലയൻ റീജിയനിലെ ടൂറിസത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇവിടെ പിൽഗ്രിമേജ് ഏതൊക്കെ വരുന്നത്? കൈലാസ്, മാനസരോവർ, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് ഒക്കെ വരുന്നുണ്ട്. ദെൻ ടൂറിസ്റ്റ് സെന്റേഴ്സ് ഏതൊക്കെ വരുന്നത്? ഷിംല, ഡാർജിലിംഗ്. നമ്മൾ ലൈവില് ഡാർജിലിംഗ് ടീമിനെ കുറിച്ച് പഠിച്ചു, അല്ലെ? ഡാർജിലിംഗ്, ഷിലോങ്, അൽമോറ, റാണിക്കേത്, മുസാരി, നൈനിതാൽ ഒക്കെ വരുന്നുണ്ട്. ദെൻ അഡ്വഞ്ചർ ടൂറിസം അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ടൂറിസം, അല്ലെ? അത് മെയിൻ ആയിട്ട് ഇവിടെ മൗണ്ടനിയറിങ്, പാരാഗ്ലൈഡിങ്, അതേപോലെ സ്കൈയിങ് ഒക്കെ ഇതിന്റെ അഡ്വഞ്ചർ ആയിട്ട് വരുന്ന ഭാഗമാണ് ടൂറിസത്തിന്റെ. അപ്പോൾ മെയിൻ ആയിട്ട് പിൽഗ്രിമേജ്, ടൂറിസ്റ്റ് സെന്റേഴ്സ്, അഡ്വഞ്ചർ ടൂറിസത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് അവിടെ വരുന്ന കാര്യങ്ങൾ മാത്രം പറക്കി കൂട്ടി എഴുതിയാൽ മതി. അഡ്വഞ്ചർ ടൂറിസത്തിൽ വരുന്നതാണ് പാരാഗ്ലൈഡിങ്ങും അതേപോലെ തന്നെ സ്കൈയിങ്ങും മൗണ്ടനിയറിങ്ങും. അപ്പോൾ ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ ടൂറിസ്റ്റ് സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാം, പിൽഗ്രിമേജ് ഏതാണെന്നറിയാം. ഈ കാര്യങ്ങൾ വൃത്തിക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മാർക്കാണ്. ഇനി നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം നമ്മൾ പഠിച്ചാണ്, അല്ലേ? സിമ്പിൾ പരിപാടി. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഒരു എത്രയാണ്? 4 മാർക്കിനല്ലേ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുക, അല്ലേ? അപ്പോൾ ആ ഒരു 4 അല്ലെങ്കിൽ 5 ഇഷ്ടമുള്ള പോയിന്റ് എഴുതാം. അപ്പോൾ ആ സ്കോർ അവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും കേട്ടോ. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ഒരു എത്രയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു
3, 4 ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിമ്പിൾ എന്ന് തോന്നുന്ന 4-5 പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ അവിടെ മാർക്കാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. എല്ലാം നമ്മൾ വെള്ളം പോലെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഫെഡറൽ സിസ്റ്റം, ക്വാസി ഫെഡറൽ സിസ്റ്റം ഉണ്ട്, ബൈക്കാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്, അല്ലെ, സോവറിനിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സിംഗിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇങ്ങനത്തെ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ തന്നെ അവിടെ ഓൾറെഡി 4 മാർക്ക് വീണു. അപ്പോൾ ഇതെല്ലാവരും എന്താ ഇത് എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. സെറ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു 4 മാർക്കിന്റെ സെക്ഷനിലെ. അപ്പോൾ ഈ 4 മാർക്ക് നമ്മൾ കളഞ്ഞിട്ടില്ലെന്ന് ഞാൻ സാറ് വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? മനുഷ്യ മൂലധന രൂപീകരണത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സിമ്പിൾ പരിപാടി. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, മൈഗ്രേഷൻ, ജോബ് ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫോർമേഷൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. ഇത് നമുക്കറിയാലോ, സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് ഫുൾ എഴുതിയാലും 4 എഴുതി കഴിഞ്ഞാലും ബോത്ത് ആർ കറക്റ്റ്. അവിടെ മാർക്കാണ്. ദെൻ അതേപോലെ തന്നെ ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഇവിടെ നേരെ ചോദിച്ചിരിക്കുകയല്ല. ഇവിടെ അനു എന്ന് പറഞ്ഞ കുട്ടിക്ക് എലക്യൂഷൻ പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേക്കാണ് കുട്ടി പങ്കെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കോൺസെപ്റ്റ് എന്താണ് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അനു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമുക്കറിയാവുന്ന ഫീച്ചേഴ്സ് പറഞ്ഞ് നമ്മുടെ എന്താണ് ഈ അനുവിനെ സഹായിക്കാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ മറ്റ് 2 ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർലമെന്ററി ഡെമോക്രസി, അതേപോലെ തന്നെ എന്താണ് ബൈക്കാമറൽ ലെജിസ്ലേച്ചർ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതേപോലെ റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ തുടങ്ങിയ പോയിന്റ്സ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 4-5 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്, ദ ഡെമോക്രാറ്റിക് സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഏതൻസി സിമിലർ ടു മോഡേൺ ഡെമോക്രസി, സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് ഏതൻസിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ഡെമോക്രസി ആയിട്ട് സിമിലർ ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. യെസ്, സാമ്യമുണ്ട്. അപ്പോൾ അവിടുത്തെ എന്താണ് സിറ്റി സ്റ്റേറ്റ്സ് അല്ലെ, മറ്റ് സിറ്റി സ്റ്റേറ്റ്സിനേക്കാളും അവിടുത്തെ എന്താണ് ഗവർണേഴ്സ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. അതേപോലെ തന്നെ 30 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയാണ് സിറ്റിസൺസ് ആയിട്ട് കണ്ടിരുന്നത്. അതിനകത്ത് സ്ലേവ്സ്, അതായത് അടിമകൾ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവരൊരു കമ്മിറ്റി രൂപീകരിക്കും, വർഷത്തിൽ 4 വട്ടം എന്താണ് അവരത് കൂടും. അതേപോലെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. വുമൺ ആർട്ടിസൻസ്, ഫോറിനേഴ്സ്, ഓക്കെ, ഇവരൊക്കെ എന്താണ്, അതുപോലെ ട്രേഡേഴ്സ്, ഇവരൊക്കെ സിറ്റിസൺസ് ആയിട്ട് കൂട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ സിമ്പിൾ പോയിന്റ്സ് എഴുതി വെച്ചാൽ അവിടെ 4 മാർക്കാണ്. നമ്മൾ അവസാന സെക്ഷനിലേക്ക് പോവാണ്. 29, 30. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? 5 മാർക്കാണ് അവിടെ. ഓക്കെ, കമ്പയർ ദ ഐഡിയാസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം, എ പാർട്ട് ആയിട്ട് 29ാമത്തെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഐഡിയാസ് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധന്റെ പ്രിൻസിപ്പിളും അതേപോലെ നമ്മുടെ ജൈനിസത്തിന്റെ ആശയങ്ങളും എഴുതി വെച്ചാൽ മതി അല്ലെ. ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോ, ജീവിതം ദുഃഖമയമാണ് അല്ലെ. ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയം നശിപ്പിച്ചാൽ എന്താ? ദുഃഖമില്ലാണ്ടാവും. അതിന് അഷ്ടാംഗ മാർഗം എന്താ? നമ്മൾ അനുഷ്ഠിക്കണം. അതേപോലെ തന്നെ ജൈനിസത്തിലേക്ക് വരികയാണെങ്കിൽ എല്ലാത്തിനും ലോകത്തിലെ ലൈഫ് ഉണ്ട് അല്ലെ. അതിനൊന്നിനെ നമ്മൾ എന്താണ് ഉപദ്രവിക്കരുത്. അതേപോലെ തന്നെ ജന്മവും പുനർജന്മവും, ബർത്തും റീബർത്തും കർമ്മേനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇത് സിമ്പിൾ കാര്യമാണ്. എഴുതി വെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് കുഞ്ഞുങ്ങളെ, 5 മാർക്ക്. ദെൻ നെക്സ്റ്റ് ഇതിന്റെ ബി പാർട്ട് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്, ബേസിസ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻസ് ദാറ്റ് വി ഹാവ് സീൻ ടുഡേ ആർ ദ ചേഞ്ചസ് ഒക്കെ ഡ്യൂറിംഗ് ദ നിയോളിത്തിക് ഏജ്, സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് നമുക്ക് ഇന്ന് ഇപ്പോൾ ഈ നിയോളിത്തിക് ഏജിൽ കാണുന്ന മനുഷ്യന്റെ എല്ലാ ചേഞ്ചസിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? നിയോളിത്തിക് ഏജിൽ നിന്നാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഹണ്ടിങ്ങും ഗ്യാതറിംഗ് ഒക്കെ നിർത്തി മനുഷ്യൻ അഗ്രികൾച്ചറും സെറ്റിൽഡ് ലൈഫും തുടങ്ങിയത് ഇവിടെയാണ് അല്ലെ. ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എന്താണ് ആനിമൽസ്, അതേപോലെ പോട്ടറി, പോളിഷ് സ്റ്റോൺ ടൂൾസ്, പെർമനന്റ് ഹൗസസ് ഒക്കെ ഈ ഒരു ഏജിലാണ് വരാൻ തുടങ്ങിയത് അല്ലെ. വില്ലേജ്, ടൗൺസ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ ഇവിടെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അല്ലെ. ലേബർ, ട്രേഡ്, ആർട്ട്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് പ്രധാനമായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ആൾക്കാർ പല ഒക്യുപ്പേഷൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കൃഷി ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടായപ്പോൾ എന്താ ആൾക്കാർ വേറെ ഒക്യുപ്പേഷൻസിലേക്ക് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാർക്കാണ്. ഇത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. ശരിക്കുമുള്ള സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടെ മാർക്കാണ്. അപ്പൊ ഈ പോയിന്റ്സും അതേപോലെ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പലതരത്തിലും എഴുതാം. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൃഷിയുടെ കാര്യം, പോട്രിയുടെ കാര്യം, സർപ്ലസിന്റെ കാര്യം, പല ഒക്യുപ്പേഷണൽ ഗ്രൂപ്പായ കാര്യം, സെറ്റിൽഡ് ലൈഫിന്റെ കാര്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്, സെറ്റാണ്. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് വിത്ത് ദ റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. നെയിം ദ ഹിമാലയൻ റീജിയൻ ഇൻ ബിറ്റ്വീൻ റിവർ ഇൻഡസ് ആൻഡ് റിവർ ഖാലി. മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് എനി 2 ഡിവിഷൻസ് ഓഫ് ദ റീജിയൻ. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 1, 2 എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇൻഡസിനും റിവർ ഖാലിക്കും ഇടയിലുള്ള ആ ഒരു ഹിമാലയ റീജിയൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. അതിൽ 3 ഡിവിഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പിടികിട്ടിക്കാണ് ആൻസർ കൊടുത്തിട്ടുണ്ടല്ലേ.
മൂന്ന് ഡിവിഷനിൽ ഏതെങ്കിലും എന്താണ് രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. ആ ഡിവിഷന്റെ പേരാണ് വെസ്റ്റേൺ ഹിമാലയാസ്. അതിൽ ഫസ്റ്റ് വരുന്ന ക്ലാസിഫിക്കേഷൻ കാശ്മീർ ഹിമാലയാണ്. മെയിൻ ആയിട്ട് എന്താണ് അതെന്തോരം വരുന്നു 3.5 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ, 700 എന്താണ് കിലോമീറ്റർ ആൻഡ് 500 കിലോമീറ്റർ അതിന്റെ വിടുത്ത് വരുന്നത്. അതേപോലെ തന്നെ അവിടുത്തെ പ്രധാന മൗണ്ട് റേഞ്ചസ് അറിയാം, കാരക്കോറം, സസ്കർ, ലഡാക്ക്, പൂർവാഞ്ചൽ, മൗണ്ട് ഗേറ്റും അവിടെയാണ് വരുന്നത്. അതേപോലെ അവിടെ 2 ഗ്ലേഷ്യേഴ്സ് സിയാച്ചിൻ, ബൊൽത്തോരയുണ്ട്, രവി ജലം, ചെനാബ് വരുന്നുണ്ട്, ബനിഹൽ പാസ് അവിടെയാണ് വരുന്നത്, ദാൽ ലേക്ക് വരുന്നുണ്ട്, ശ്രീനഗർ വരുന്നുണ്ട്. ശ്രീനഗർ ഒരു ഇമ്പോർട്ടന്റ് ടൂറിസ്റ്റ് ഹബ്ബാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ മെയിൻ ആയിട്ട് എന്താണ് 5 മാർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ, ഒരു 3-4 പോയിന്റ് വെച്ച് എല്ലാത്തിലും എഴുതി കഴിഞ്ഞാൽ വെരി ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലെ. അപ്പോൾ നിങ്ങൾ മാക്സിമം കണ്ടന്റ് വന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. ഓക്കെ, ഒരു 3-4 പോയിന്റ് എങ്കിലും വന്നു കഴിഞ്ഞാൽ ഉഷാറാണ്. 5 മാർക്കിനില്ല, അപ്പോൾ നമ്മൾ കുറച്ച് എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, സെറ്റ്. ഇനി മെയിൻ ആയിട്ട് ഹിമാലയാണ് സെക്കൻഡ് ഡിവിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഹിമാചൽ പ്രദേശിലാണ്. റിവേഴ്സ് ചെനാബ്, രവി, ബിയാസ് ആണ്. ധൗലാധറും അതേപോലെ പൂർവാഞ്ചലും ആണ് എന്താ മൗണ്ടൻ റേഞ്ചസ് ആയിട്ട് വരുന്നത്. നോട്ടബിൾ ലേക്സ് ചന്ദ്രാതലും സുരാജിത്തലും ആണ്. ദെൻ 2 പാസസ് ഉണ്ട്, ബരാലച്ചാലയും ദെൻ റോങ്താം പാസും. ഓക്കെ, അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. കാശ്മീരിനേക്കാളും കുറച്ചുകൂടി എഴുതാൻ എളുപ്പം ഇതാണ്. അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. ദെൻ ഉത്തരാഖണ്ഡ് ഹിമാലയ അല്ലെ, അതെന്താ റിവർ സത്ലജ് മുതൽ റിവർ ഖാലി വരെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഗാഡ്വാൾ ഹിമാലയം, അതേപോലെ തന്നെ കുമയൂൺ ഹിമാലയം അവിടെ വരുന്നുണ്ട്. തന്നെ അതുപോലെ മേജർ പിക്സ് എന്ന് പറഞ്ഞാൽ എന്താ നന്ദാദേവി, കാമത്ത്, ബദ്രിനാഥ്, കേദാർനാഥ് ഒക്കെ വരുന്നുണ്ട്. ഗംഗോത്രി, യമുനോത്രി ഗ്ലേഷ്യേഴ്സ് അവിടെ ഉണ്ട്. നൈനിതാല്, ഭീംതാല്, ഡ്യൂൺസ് ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലെ കാര്യങ്ങളും ഇതേപോലെ തന്നെ ഒരു 3-4 പോയിന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. അപ്പോൾ ഈ 3 ഡിവിഷൻസിൽ ഏതെങ്കിലും 2 എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് മാർക്ക് കിട്ടും. പ്ലസ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 5 മാർക്കാണ്. സെറ്റ്. ഇനി 30 ലാസ്റ്റ് ക്വസ്റ്റ്യനിലെ ബി പാർട്ട്, ഐഡന്റിഫൈ ദ മൺസൂൺ വിൻ ഫ്രം വിച്ച് ദ ബ്രഹ്മപുത്ര plain and the northern plain receives sufficient rainfall. Give an account of this monsoon wind. അതായത് ബ്രഹ്മപുത്രയിലും അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നല്ല മഴ കൊടുക്കുന്ന വിൻഡ് ഏതാണ്? നമുക്കറിയാം ഏതാ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആണ് അല്ലേ. അപ്പൊ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ കാര്യങ്ങൾ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ പറയാലോ. യെസ്, ഇന്ത്യ ഒന്ന് വരച്ചോട്ടെ. എൻ്റെ ഇന്ത്യ കണ്ട് നിങ്ങൾ ഞെട്ടരുത്. ഓക്കെ, യെസ്, ഇന്ത്യ കുറച്ച് അകന്നു പോയി. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഇപ്പോൾ അതെ ശരിയാക്കി തരാം. യെസ്, ഓക്കെ, യെസ്, ഇന്ത്യ സങ്കല്പിക്കുക. അതെ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് എന്താണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ മാർച്ച് ആകുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്താണ് ഹൈ ആവും അല്ലെ. അപ്പോൾ പ്രഷർ എന്തായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. ഓക്കെ, അതുപോലെ സി ഭാഗത്ത് എന്തായിരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഹൈ പ്രഷർ ആയിരിക്കും അല്ലെ. അപ്പോൾ മെയിൻ ആയിട്ട് ഇവിടെ കാറ്റ് 2 തരത്തിൽ ഇന്ത്യയുടെ ഉള്ളിലേക്ക് വീശും. ഒന്ന് അറേബ്യൻ സീ വഴിയും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ബേ ഓഫ് ബംഗാൾ വഴിയും. ബേ ഓഫ് ബംഗാൾ വഴി വീശുന്ന കാറ്റ് 2ആയിട്ട് പിരിഞ്ഞു പോകും. അതൊന്ന് ബ്രഹ്മപുത്രയിലേക്കും ഒന്ന് നമ്മുടെ ഡൽഹി ഉത്തർപ്രദേശിലൊക്കെ മഴ കൊടുത്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ആ മൂവ് ചെയ്യുന്ന കാറ്റ് ഇവിടുന്ന് വന്ന അറേബ്യൻ സീയിലെ കാറ്റായിട്ട് കൂടി ചേർന്നുകൊണ്ട് അത് നമ്മുടെ പഞ്ചാബ് പ്ലെയിനിൽ വെച്ച് കൂടി ചേർന്നുകൊണ്ട് അങ്ങ് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് വെസ്റ്റേൺ ഹിമാലയത്തിലൊക്കെ പോയിട്ട് എന്താ നല്ല മഴ കൊടുത്ത് അതിന്റെ പരിപാടി അവസാനിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് എന്തിൽ വരുന്നത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ പറയുന്നത്. ഈ കഥ അതേപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എന്താ മാർക്കാണ്. ഇവിടെ അതിന്റെ പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കുക. ഇത് സിമ്പിൾ ആണ്, ഞാൻ ജസ്റ്റ് കുഞ്ഞു ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ 18/8/2025 നടന്ന നമ്മുടെ ഓണം എക്സാമിനേഷൻ, സോഷ്യൽ സയൻസിന്റെ ഓണം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. 30 ഔട്ട് ഓഫ് 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 80 ഉഷാറായിട്ട് മേടിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാ കുഞ്ഞു മക്കളും മട്ടിച്ച് പൊളിച്ച് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടെന്ന് സാറ് ഇവിടെ വിചാരിക്കുകയാണ്, സാർ ഉറപ്പിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ സയൻസിൽ നമ്മൾ നേടി. ഓക്കെ, നമ്മൾ സോഷ്യൽ സയൻസ് എടുത്തു അല്ലെ. യെസ്, അപ്പോൾ മക്കള് ഈ സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ പഠിച്ച പോലെ തന്നെ ഇനി വരുന്ന എക്സാമിനേഷനും 9ാം ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ സെറ്റായിട്ട് പഠിക്കുക, അട്ടിച്ച് പൊളിച്ച് എഴുതുക. അപ്പൊ എല്ലാവർക്കും സാറിന്റെ ബെസ്റ്റ് വിഷസ്, ഓൾ ദ ബെസ്റ്റ്.